ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. രാവിലെയുള്ള പ്രീ മാർക്കറ്റിലേക്ക് നമുക്ക് കിടക്കാം. 3 ദിവസത്തെ വലിയൊരു അവധിക്ക് ശേഷമാണ് നമ്മൾ വന്നിരിക്കുന്നത്. എഫ് ഐസിൻ്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിങ് കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസങ്ങളും ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച്, അതിൽ അദ്ദേഹം മെൻഷൻ ചെയ്ത ഈ GST റീസ്ട്രക്ചർ, ഇത് മാർക്കറ്റ് നിലവിലൊരു പോസിറ്റീവായ രീതിയിലാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 250 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പാണ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൻ്റെയോ അതല്ലെങ്കിൽ US മാർക്കറ്റിൻ്റെയോ ഒന്നും തന്നെ സഹായമില്ലാതെ ലോക്കൽ ക്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിഫ്റ്റിയിലൊരു പോസിറ്റിവിറ്റി അറ്റ്ലീസ്റ്റ് കാണുന്നത്. ഇത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. കാരണം 27-ാം തീയതിയാണ് US-ഉം ഇന്ത്യയും തമ്മിലുള്ള പുതിയ താരിഫ് ചർച്ചകളുടെ അന്തിമ ചർച്ചകളിലേക്ക് പോകുന്നത്. കൂടാതെ തന്നെ ട്രംപ് പുട്ടിനായിട്ടുള്ള ചർച്ച നടന്നു, ട്രംപ് സെലൻസ്കി ആയിട്ടുള്ള ചർച്ച നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് അതുപോലെ തന്നെ റിയാക്ട് ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ സസ്റ്റെയിൻ ചെയ്യുകയോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. മാർക്കറ്റ് വളരെ വോളറ്റൈലായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിവേ കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു രമ്യതയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങുന്നത് കൊണ്ട് അഡീഷണൽ 25% താരിഫ് ഏർപ്പെടുത്തിയേക്കില്ല എന്നുള്ള ഒരു പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് പുട്ടിനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നയത്തിൽ നിന്ന് ട്രംപ് ഒന്ന് അഴയുന്ന, കുറച്ച് ലൂസൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോസ് ഫ്യൂച്ചർ പ്ലസ് ആണ്, ജപ്പാൻ മാർക്കറ്റ് പ്ലസ് ആണ്, കൊറിയ അന്ന് ഇടിവിലാണ്, ഓസ്ട്രേലിയ പ്ലസ് ആണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് $6 ഉയർന്ന് പെർ ഔൺസിന് ഇപ്പോൾ ഇൻ്റർനാഷണൽ പ്രൈസ് $3342 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ നിൽപ്പ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരാം. ഗ്ലെൻമാർക്ക് ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 86% ഫോളായി ഇയർ ഓൺ ഇയർ. KC ഇൻ്റർനാഷണൽ കമ്പനി ഇവർക്ക് 1406 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇനോക്സ് വിൻഡ് കമ്പനി ഹയസ്റ്റ് എവർ നെറ്റ് പ്രോഫിറ്റ് അവർ കരസ്ഥമാക്കി. 134% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 97 CR ആണ് അവർ ഇത്തവണ കരസ്ഥമാക്കിയത്. കഫേ കോഫിയുടെ കമ്പനി 11 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 28 crores പ്രോഫിറ്റാണ്. കഫേ കോഫിയുടെ കഥകളൊക്കെ നമുക്ക് പല സമയത്തും കേട്ടിട്ടുണ്ട്. വളരെയധികം എൻകറേജ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സ്റ്റോറിയാണ് കഫേ കോഫിയുടെ. സാഗിൽ പ്രീപെയ്ഡ് കമ്പനി 16 CR നിന്ന് 26 CR പ്രോഫിറ്റ് ഉയർത്തി. അഹ്ലുവാലിയ കോൺട്രാക്ട് കമ്പനി 30 CR നിന്ന് 51 CR പ്രോഫിറ്റ് ഉയർത്തി. സ്വാൻ എനർജി കമ്പനി 138 CR നിന്ന് 19 CR പ്രോഫിറ്റ് കുറവ് വന്നു. സംഭവ് എഞ്ചിനീയറിംഗ് കമ്പനി 31 CR ലോസ് ഉണ്ടാക്കിയതാണ് ഇത്തവണ 12 CR പ്രോഫിറ്റ്. ഇൻഡോരാമ സിന്തറ്റിക് കമ്പനി 19 CR ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 52 CR പ്രോഫിറ്റാണ്. വെസ്റ്റേൺ കാരിയേഴ്സ് കമ്പനി 18 CR പ്രോഫിറ്റിൽ നിന്ന് 10 CR പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ആഴ്ചയിലെ ഗ്ലോബൽ ഈവൻറ്റുകൾ എല്ലാം തന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റിൽ അത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ IPO ഡീറ്റെയിൽസ് ഉണ്ട്. ഏതൊക്കെ കമ്പനീസിൻ്റെ IPO ആണ്, ഏതൊക്കെ എത്ര രൂപയാണെന്നുള്ളത് വെബ്സൈറ്റിലുണ്ട്. ഇന്നത്തെ FNO ബാൻ ഉണ്ട്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ആക്സസ് ചെയ്യുക, ഫ്രീ ആണ്. താങ്ക് യു ആൾ.